വെള്ളാറിനല്ല. വെള്ളത്തിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് വളരെ മികച്ചത്. ഇത് ഒരു സംസ്കാരം വന്നിട്ടുള്ള ജനങ്ങൾക്ക് മാത്രമേ ഇത് ജീവിക്കുന്ന ജനങ്ങളുടേതായ ഒരു ആവാസ ഇത്തരത്തിലുള്ള വീക്ഷണങ്ങളുണ്ടാകും. പക്ഷേ പിന്നീട് നമ്മൾ ഉണ്ടായത് ഒരുതരം പടിഞ്ഞാറൻ സംസ്കാരത്തിൻ്റെ പിന്നാലെ പോയി. പടിഞ്ഞാറൻ സംസ്കാരത്തിൽ ഇങ്ങനെ ഞാൻ നിലനിൽക്കുന്നുള്ള വിശ്വാസം ഇല്ല. നാം നിലനിൽക്കുന്നത് പോലെ ഈ വൃക്ഷങ്ങൾ നിലനിൽക്കണം എന്ന് പറയുന്നൊരു വീക്ഷണം ഉണ്ടായിരുന്നില്ല. മറിച്ച് ശാസ്ത്രം, അതല്ലെങ്കിൽ വികസനം, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വ്യവസായം, നഗരവൽക്കരണം, ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് എത്ര വേണമെങ്കിലും ചൂഷണം ചെയ്യാവുന്ന ഒരു വസ്തുവാണ്. പ്രകൃതിയിൽ നമുക്ക് തന്റെ കഴിവും, പണമുള്ളവൻ തന്റെ പണവും, ആയുധബലമുള്ളവൻ തന്റെ ആയുധബലവും ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ എല്ലാവർക്കും, മനുഷ്യർക്ക് മാത്രമല്ല, പ്രത്യേക ശ്രദ്ധിക്കണം, സർവ്വജീവനുള്ളവർക്കും അവകാശപ്പെട്ടതായ ഭക്ഷ്യവസ്തുക്കളും മറ്റു വിഭവങ്ങളും കവർന്നെടുത്ത് കൂട്ടിവെച്ച് വിറ്റ് കാശാക്കി അവരവർക്ക് മാത്രം എന്നാക്കി മാറ്റുമ്പോൾ കുറേ പേർക്ക് ഒന്നും കിട്ടാതെ ആകുന്നു. കുറേ പേർ ഈ സമൃദ്ധിയിൽ നിന്നൊക്കെ പുറത്ത് ആകുന്നു. കുടിവെള്ളത്തിന്റെ പ്രശ്നം മാത്രം എടുത്താൽ മതി. നമ്മളൊരു നഗരത്തിലേക്ക് പോയാൽ ആ നഗരത്തിൽ ശുദ്ധജല വിതരണത്തിൽ നിലനിൽക്കുന്ന വലിയ അഴിമതിയും അസമത്വവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ശുദ്ധജലത്തിന്റെ വിതരണം നടക്കുന്നത് വളരെ അനീതി നിറഞ്ഞ രീതിയിലാണ്. പുഴയോരങ്ങളിൽ ഒക്കെ അന്തി ഉറങ്ങുന്ന വീടും കുടിയും ഇല്ലാത്ത തൊഴിൽ തേടിപ്പോയ മനുഷ്യർ. ആ മനുഷ്യരുടെ എണ്ണം നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഇവർക്കാർക്ക് റേഷൻ കാർഡോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ യാതൊന്നും ഇല്ല. ഇവർക്ക് വെള്ളം, ശുദ്ധജലം എവിടെ നിന്ന് കിട്ടും? ഇവർക്ക് പൊതു ടാപ്പുകളെ ആശ്രയിച്ചുകൊണ്ട് ശുദ്ധജലം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ശേഖരിക്കാം. ഈ വെള്ളം ശേഖരിക്കുന്നതിന് തന്നെയും അത് വന്നാൽ വന്നു, വന്നിലേക്ക് വന്നില്ല, അങ്ങനെയും ഇത്തരം ആളുകൾക്ക് പുറമെ വീട് വെച്ച് താമസിക്കാവുന്ന കൊച്ചു കൊച്ചു ടെന്റുകളിൽ താമസിക്കാവുന്ന മനുഷ്യരുണ്ട്. അവർക്കൊന്നും വെള്ളം കിട്ടുകയില്ല. വെള്ളം മുഴുവൻ പോകുന്നത് കൺട്രോൾമെന്റ് ഏരിയകൾ പോലെയുള്ള വലിയ വലിയ വമ്പന്മാരെ, പണക്കാരെ താമസിക്കുന്ന ഏരിയകളിലേക്കാണ്. ആവശ്യമായതിനേക്കാൾ അധികമായ വെള്ളം അവിടെ ശുദ്ധജലം എത്തിക്കുകയും ശുദ്ധജലം കുടിക്കാനില്ലാത്തതുകൊണ്ട് മനുഷ്യർ അശുദ്ധജലം കുടിച്ച് രോഗാരിഷ്ടതകളിൽ വീഴുകയും പകർച്ചവ്യാധികൾ ഉണ്ടാവുകയും ആ പകർച്ചവ്യാധികൾ പെരുകുകയും പെരുകിയ പകർച്ചവ്യാധി മനുഷ്യ വംശത്തെ മുഴുവനും നശിപ്പിക്കുന്ന രീതിയിലേക്കായി മാറുകയും ചെയ്യുന്നു. മനുഷ്യർക്ക് ഏറ്റവും അടിയന്തര ആവശ്യമായ ശുദ്ധജലത്തിന്റെ വിതരണത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഴിമതിയും അസമത്വവും നിലനിൽക്കുന്നത് എന്ന് നാം ഓർക്കണം. ഒരു വിഭാഗം ആളുകൾ ശുദ്ധജലം എന്ന് പറയുന്ന സംഗതി കൂട്ടിവെച്ചുകൊണ്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് സമ്പന്നർക്ക് വിതരണം ചെയ്യുകയും ദരിദ്രരെ ശുദ്ധജലത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു. പച്ചവെള്ളം കുടിച്ച് ജീവിക്കാനുള്ള അവകാശം അങ്ങനെ പ്രത്യേകിച്ചും നഗരങ്ങളിലുള്ള മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നു. ഇന്ന് നമുക്കറിയാം, ഗ്രാമങ്ങളിലും ശുദ്ധജലം എന്ന് പറയുന്നത് അപൂർവമായി കുടിക്കുന്ന സംഗതിയാണ്. ജലമെല്ലാം മലിനമാകുന്നു. നമ്മുടെ വെള്ളം മുഴുവനും ശേഖരിച്ചു വയ്ക്കുന്നതിനുള്ള പ്രകൃതിയുടെ പാത്രങ്ങളായിരുന്നു കിണറുകൾ, കുളങ്ങൾ, തോടുകൾ, കൊക്കർണികൾ, കായലുകൾ, കടല്, വലിയ നദി, നീരരുവികൾ, ഉറവകൾ, ഇവകളിലെയൊക്കെ വെള്ളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് ഏകദേശം 3/4 പങ്കും മലിനപ്പെട്ട അവസ്ഥയിലാണ്. കായലുകളിലെ സംഭവിക്കുന്ന മാലിന്യത്തിന് കൈമടക്കില്ല, കടലിൽ സംഭവിക്കുന്ന മാലിന്യത്തിന് കൈമടക്കില്ല. കിണറുകൾ തൂക്കുകയും പൈപ്പ് വെള്ളം നോക്കിയിരിക്കുകയുമാണ് നമ്മുടെ പതിവ്. പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്ന നമ്മൾ അറിയുന്നില്ല, നമ്മുടെ കിണറുകളിൽ ഉണ്ടായിരുന്ന വളരെ ശുദ്ധമായ വെള്ളത്തിന് പകരം ഏതോ കുളത്തിൽ നിന്ന് ഏതോ ടാങ്കിലേക്ക് അടിച്ചു കയറ്റി ജോലിക്കാർ കഴിയാൻ കഴിയുക
കഴിയില്ല എന്ന മട്ടിൽ രോഗാണു വിമുക്തമാക്കാൻ